നമസ്കാരം. മഴവില്ലഴകും മാരിവിൽ വർണ്ണങ്ങളുമൊക്കെ മനസ്സിന് ഒരുപാട് സന്തോഷവും സമാധാനവും തരുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും വീടുകൾക്കുമൊക്കെ ആ നിറങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തൊരു സമാധാനമാണല്ലേ. പക്ഷേ അതിന് നല്ല ക്വാളിറ്റിയുള്ള വിലക്കുറവുള്ള പെയിൻറ്റുകൾ ലഭിക്കുന്ന ഷോപ്പുകൾ അത്യന്താപേക്ഷിതമാണ്. അത്തരത്തിലുള്ള ഏറെ പ്രശസ്തമായ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലൈവ് ടിയുടെ കേരള ഗൈഡിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ കോട്ടയം ജില്ലയിലെ വാരിശ്ശേരി നമ്മുടെ പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റുള്ള മലബാർ പെയിൻസിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റ്. കേരളത്തിൽ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഈ മലബാർ പെയിൻസിനുണ്ട്. എങ്കിലും കോട്ടയം ജില്ലയിൽ ഈ സ്ഥാപനം മാത്രമാണ്, ഈ ഔട്ട്ലെറ്റ് മാത്രമാണുള്ളത്. അവിടുത്തെ വിശേഷങ്ങൾ, വർണ്ണക്കാഴ്ചകൾ, കമാൺ. മലബാർ പെയിൻസിൻ്റെ വാരിശ്ശേരി ഫാക്ടറി ഔട്ട്ലെറ്റിൻ്റെ പ്രിയപ്പെട്ട മാനേജർ രേഷ്മ മാഡം പോള മാഡം, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വളരെ പ്രശസ്തമായൊരു പേരാണ് മലബാർ പെയിൻസ്. അപ്പോൾ ഇതിൻ്റെ എവിടെയൊക്കെയാണ് ബ്രാഞ്ചുകളുള്ളത് കേരളത്തിൽ? നമുക്ക് വന്നിട്ട് 5 സ്ഥലങ്ങളിൽ നമ്മുടെ ബ്രാഞ്ചുകളുണ്ട്. തൃശ്ശൂർ 2 ഔട്ട്ലെറ്റുകളുണ്ട്, ആലുവയിലുണ്ട്, ഇപ്പോൾ അതേ കോട്ടയത്തും ഉണ്ട്, പിന്നെ വയനാടുണ്ട്. ഇനി ഉടനെ തന്നെ നമ്മൾ വടക്കാഞ്ചേരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കോട്ടയം ജില്ലയിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണല്ലേ? ശരി. ഇതായത് 44 വർഷത്തെ സേവന പാരമ്പര്യം, അതാണോ ജനങ്ങളുടെ മനസ്സിൽ ഇത്ര ഒരു വിശ്വാസ്യത നേടാൻ കാരണം? അത് തന്നെ കാര്യം. തീരെ കുറച്ച് ഇയേഴ്സ് അല്ലല്ലോ, 45 വർഷം എന്ന് പറയുന്നത് വലിയൊരു തീർച്ചയായിട്ടും. അതേപോലെ തന്നെ നമുക്ക് സ്വന്തമായ നമ്മുടെ ഫാക്ടറിയിലാണ് നിർമ്മിക്കുന്നത്. നമ്മുടെ ഫാക്ടറി എവിടെയാണ്? നമ്മുടെ ഫാക്ടറി വരുന്നത് അരൂരിലാണ്. നമ്മുടെ ഫാക്ടറി വരുന്നത് അവിടെയാണ്. നമ്മുടെ പ്രൊഡക്ഷൻസ് എല്ലാം അവിടെ തന്നെയാണ്. അതേപോലെ തന്നെ എനിക്കൊരു വിശ്വാസയോഗ്യമായി തോന്നുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരേ വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കും. അതെങ്ങനെ പറ്റുന്നു? നമുക്ക് ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് നമ്മുടെ കമ്പനി ഔട്ട്ലെറ്റുകളാണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ മാത്രമേ നമ്മുടെ പ്രോഡക്ട്സിൽ കിട്ടുന്നുള്ളൂ. ഒറ്റ റേറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ശരി. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഒരേ റേറ്റിലാണ്. അപ്പോൾ നമ്മളെ ബിൽഡിങ്ങിന്റെ വർക്കുകളൊക്കെ നമ്മൾ മൊത്തമായിട്ട് എടുത്താണ് ചെയ്യുന്നത്, അതോ എങ്ങനെയാണ്? അതിന്റെ മൊത്തമായിട്ട് എടുത്ത് ചെയ്യുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇതില്ല. ഇപ്പൊ നമ്മൾ വർക്കുകൾ അനുസരിച്ച് നമ്മൾ പെയിന്റ്സുകൾ എത്രയാണെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ പെയിന്റിങ്ങും ബാക്കി കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് വരും. നമുക്ക് എന്തൊക്കെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്? നമുക്ക് സ്വന്തമായിട്ട് മലബാറിന്റെ തന്നെ വാൾപുട്ടീസ് ഉണ്ട്, പ്രൈമർ ഉണ്ട്, എമൽഷൻസുകളുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ വരുന്നത്. ഇന്റീരിയർ എക്സ്റ്റീരിയർ കുറേ സംഭവങ്ങളൊക്കെ. ഇന്റീരിയർ പെയിന്റ്സ്, എക്സ്റ്റീരിയർ പെയിന്റ്സ്, പിന്നെ റൂഫ് ടൈൽ പെയിന്റ്, ഫ്ലോർ ടൈൽ പെയിന്റ്, ഡാം പ്രൂഫ്, ഫൗണ്ടേഷൻ, അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട് നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ ആയിട്ടുള്ളത്. മലബാർ പെയിന്റ്സിന്റെ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? കളേഴ്സ് യുവർ ലൈഫ്. അതേപോലെ തന്നെ ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായ ഒരുപാട് കളർ ഷെയ്ഡുകൾ നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നിറം പിടിപ്പിക്കുന്ന കളറുകൾ. ഇതിപ്പോൾ ഇതെന്ത് വെറൈറ്റിയാണ്? ഇത് നമ്മുടെ പെയിന്റ്സ് വരുന്നത്, ഇത് നമ്മുടെ എക്സ്റ്റീരിയർ പെയിന്റ് ആണ്. എക്സ്റ്റീരിയർ പെയിന്റ്സും ഇന്റീരിയർ പെയിന്റ്സും നമുക്കുണ്ട്. ഇത് നമ്മുടെ പെയിന്റ്സ് മെയിൻ ആയിട്ട് വരുന്നത് 3 ക്വാളിറ്റിയിലായിട്ടാണ് നമ്മുടെ വരുന്നത്. നോർമൽ, മീഡിയം, പിന്നെ എക്സ്പോർട്ട് ക്വാളിറ്റി, ലക്ഷറി പെയിന്റ്. നമ്മുടെ പെയിന്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ പെയിന്റ്സും തന്നെ വാറണ്ടി ഉള്ളതാണ്. അതേപോലെ വാട്ടർ പ്രൂഫിൽ വരുന്നതാണ്, സ്മെല്ല് ഉണ്ടാവില്ല. അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് പറയുന്നത്. വാഷബിൾ പെയിന്റ്സ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ പെയിന്റ്സിന്റെ കവറേജ് വലിയൊരു ഘടകമാണ്. നമുക്ക് കവറേജ് നമ്മുടെ ലക്ഷറി പെയിന്റ് എന്ന് പറയുന്നത് സൂപ്പർ ഷൈൻ ആണ് ലക്ഷറി വരുന്നത്. എക്സ്റ്റീരിയർ പെയിന്റ് അതിന് നമ്മുടെ കവറേജ് എന്ന് പറയുന്നത് ഒരു 150 മുതൽ 170 വരെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വാഷബിൾ പെയിന്റ് ആണ്, ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് വരുന്നുണ്ട്. പിന്നെ കറകളൊക്കെ ഉണ്ട്, സ്റ്റെയിൻ പ്രൂഫ് ആണ്, ഡസ്റ്റ് പ്രൂഫ് ആണ്. എല്ലാ ഐറ്റവും വാഷബിൾ ആണോ? എല്ലാ ഐറ്റവും വാഷബിൾ അല്ല. നമ്മുടെ സൂപ്പർ ഷൈൻ വാഷബിൾ പെയിന്റ് ആണ്. അതേപോലെ നമ്മുടെ മീഡിയം പെയിന്റ് എവർ ഷൈനും വാഷബിൾ ആണ്. ഇതിന്റെ ഇന്റീരിയർ വരുമ്പോൾ
ഇമ്പീരിയൽ ഗ്ലോയും വരുന്നുണ്ട്. അതേപോലെ എവർഷൈനിന് പകരം ഡ്യൂറോഷൈൻ ആണ് ഇന്റീരിയർ പെയിന്റ് വരുന്നത്. ഇതെല്ലാം വാഷബിൾ ആണ്. നമ്മുടെ ടോപ്പ് ക്വാളിറ്റിക്ക് കവറേജ് വരുന്നത് ഒരു 150 മുതൽ 170 വരെ വരുന്നുണ്ട്. ഇതിന് 7 വർഷം വാറന്റി ഉണ്ട്. എക്സ്പോർട്ട് ക്വാളിറ്റി ആണ്. ലക്ഷറി പെയിന്റ് ആണ് നമ്മുടെ വരുന്നത്. ആളുകൾ ഏറ്റവും കൂടുതൽ ഇന്റീരിയർ പെയിന്റ് ഏതാണ് സെലക്ട് ചെയ്തത്? ലക്ഷറി തന്നെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അത് ശരി. അപ്പോൾ ഇതിന്റെ ഫിനിഷിംഗ് അപ്പോൾ എങ്ങനെയാണ്? ഫിനിഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോപ്പ് എന്ന് പറയുന്നത് ഹൈലി ഗ്ലോസി ആണ് പെയിന്റ് വരുന്നത്. നമ്മുടെ മീഡിയം എന്ന് പറയുന്നത് സെമി ഗ്ലോസിയും നോർമൽ എന്ന് പറയുന്നത് മാറ്റ് ഫിനിഷിങ്ങും. നമ്മുടെ ഈ മാറ്റ് ഫിനിഷിംഗ് എന്ന് പറയുമ്പോൾ തന്നെ 3 വർഷം വാറന്റി ഉണ്ട് നമ്മുടെ ഈ പെയിന്റിന്. അതുപോലെ കവറേജ് 120 മുതൽ 130 വരെ വരുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം കറകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തുടച്ച് കളയാം. അതായത് തുണി നനച്ച് തുടയ്ക്കാം. അത് വാഷബിൾ പെയിന്റ് അല്ല. ബാക്കി രണ്ടും വാഷബിൾ പെയിന്റ് ആണ് വരുന്നത്. ഇവിടുത്തെ ഒരു കസ്റ്റമർ എന്നോട് പറഞ്ഞത് മലബാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആഫ്റ്റർ സർവീസ് എപ്പോൾ വിളിച്ചാലും ലൈവിലുണ്ട് സാർ. ലൈവിലുണ്ട് തീർച്ചയായിട്ടും. എപ്പോൾ എന്ത് ആവശ്യത്തിന് വിളിച്ചാലും നമ്മൾ കൊറിയറായിട്ട് എക്സ്ട്രാ ഇപ്പോൾ പെയിന്റ് എടുത്തത് തികയാണ്ട് വന്നു വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയറായിട്ട് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അതല്ല ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ കീപ്പ് ഇൻ ടച്ച് ആണ്. ഒരു തവണ വന്ന് പർച്ചേസ് ചെയ്ത് പോയി എന്ന് കരുതി അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ വിരിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആണല്ലേ? ആണോ? മാനേജറിന്റെ ആത്മവിശ്വാസമാണ് നമ്മൾ കസ്റ്റമേഴ്സിന്റെ ധൈര്യം എന്ന് പറയുന്നത്. എന്ത് കോൺഫിഡന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എക്സ്റ്റീരിയർ പെയിന്റുകൾ പോലെ തന്നെ നമുക്ക് ഇന്റീരിയർ പെയിന്റുകളുണ്ടല്ലോ. ഇന്റീരിയർ പെയിന്റുകളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അതുള്ളത്? ഇന്റീരിയർ മെയിനായിട്ടും വരുന്നത് നമ്മുടെ ഇതുപോലെ തന്നെ ലക്ഷറി പെയിന്റ് എന്ന് പറയുന്നത് ഇമ്പീരിയൽ ഗ്ലോ ഉണ്ട്. പിന്നെ കുറച്ചും കൂടിയും കുറഞ്ഞത് നമ്മുടെ മീഡിയം ക്വാളിറ്റി എന്ന് പറയുന്നത് ഡ്യൂറോഷൈൻ ഉണ്ട്. പിന്നെ നമ്മുടെ നോർമൽ വരുന്നത് ഗാലക്സി പെയിന്റ്. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് മാഡം? ഇന്റീരിയർ പെയിന്റും എക്സ്റ്റീരിയർ പെയിന്റും നമ്മൾ മെയിൻ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റീരിയർ പെയിന്റ് എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി പെയിന്റ് ആണ്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് നമ്മുടെ വീടിനകത്തായിരിക്കും. അതേപോലെ കുഞ്ഞു കുട്ടികളുണ്ടാവാം, പല അസുഖങ്ങളുള്ളവരുണ്ടാവാം. മെയിനായിട്ട് ഈ പെയിന്റ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് പലർക്കും പല അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട്. സൈഡ് എഫക്ട്സുകൾ പല രീതിയിലുണ്ട്. നമ്മുടെ പെയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ്. അപ്പോൾ ഏത് കുഞ്ഞുമാരാണെങ്കിലും ആരാണെങ്കിലും ആ ഒരു വീട്ടിലിരുന്നാലോ അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല. സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. അത് തന്നെ ഈ സ്മെല്ല് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡും കാര്യങ്ങളുണ്ടാവും. അതേപോലെ എക്സ്റ്റീരിയർ പെയിന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തതാണ് അല്ലേ. പെട്ടെന്നായിരിക്കും മഴ, വെയില്, ഹൈ വെയിലായിരിക്കും, ചിലപ്പോൾ മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിൽ അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പെയിന്റാണ് നമ്മുടെ എക്സ്റ്റീരിയർ പെയിന്റ്സുകളെല്ലാം തന്നെ വരുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ്, മലബാർ പെയിന്റ്സിന്റെ കസ്റ്റമേഴ്സ് കൂടുതൽ ആവശ്യപ്പെടുന്ന പ്രൊഡക്റ്റ് ഏതാണ്? നമ്മുടെ എമൽഷനുകളോടൊപ്പം തന്നെ പ്രൈമർ അന്വേഷിച്ച് കുറേ ആളുകൾ വരുന്നുണ്ട്. നമുക്ക് പ്രൈമർ എന്ന് പറയുന്നത് കഴിയുമ്പോൾ നമുക്ക് 3 ക്വാളിറ്റിയിൽ അതും വരുന്നുണ്ട്. നമ്മുടെ നോർമൽ വരുന്നുണ്ട്, വാട്ടർ റെസിസ്റ്റന്റ് വരുന്നുണ്ട്, വാട്ടർ പ്രൂഫും വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളും പ്രൈമർ അന്വേഷിച്ച് കുറേ കസ്റ്റമേഴ്സ് വരുന്നത്, അതും ടോപ്പ് ക്വാളിറ്റി വാട്ടർ പ്രൂഫ് തന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. ശരി, നമ്മളൊരു കസ്റ്റമർ ഇപ്പോൾ ഈ ഫാക്ടറി ഔട്ട്ലെറ്റ് എങ്ങനെയാണ് അവർക്ക് ഒരു സേവനം ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ടത്? ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറയാമോ? ലൊക്കേഷൻ നമ്മുടെ വരുന്നത് കോട്ടയം വാരിശ്ശേരിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കോട്ടയത്തു നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ CMS കോളേജിന്റെ വഴി വരുമ്പോൾ മെഡിക്കൽ കോളേജ് റോട്ട് ചുങ്കം കഴിഞ്ഞിട്ട് ഒരു പെട്രോൾ പമ്പ് ഉണ്ടാവും. ആ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഫാക്ടറി, നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത്. നമ്മൾ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? കോൺടാക്ട് ചെയ്യുന്നത് നമ്മുടെ വാട്സാപ്പ് വഴി. ഇപ്പം നേരിട്ട് ഇവിടെ വരണം എന്ന് തന്നെ ഇല്ല. വാട്സാപ്പ് വഴി നിങ്ങൾ ലിസ്റ്റും കാര്യങ്ങളും അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ കൊട്ടേഷൻ അടിക്കും. നമ്മൾ റെഗുലർ ആയിട്ട് കോൾ ചെയ്ത് അവർക്ക് ഏത് കളറാണോ വേണ്ടത്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഏത് കളർ പറഞ്ഞാലും ആ കളറിലുള്ള ഷെയ്ഡ്സുകൾ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കും. അത് തന്നെ എത്തിച്ചു കൊടുക്കും. നേരിട്ട് ഇവിടെ വരണം തന്നെ ഇല്ല. അതേപോലെ നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ആണോ? വലിയ വലിയ കമ്പനികളൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ടോ? വലിയ വലിയ കമ്പനികൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ടേഴ്സ്മാർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതല്ല സാധാരണക്കാരും ഇവിടെ വന്ന് നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ ഡെലിവറി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ രീതിയിലുള്ളതുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ കോട്ടയത്ത് തന്നെയുള്ളവർ തന്നെയല്ല, ഇപ്പോൾ പത്തനംതിട്ട, ആലപ്പുഴ, ജില്ലകളിൽ നിന്നൊക്കെ എല്ലാവരും വരുന്നുണ്ട്. വിശ്വാസം അതല്ലേ. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇതെല്ലാം പറ്റിയൊരു ചോദ്യമാണ്. ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ വീട് പെയിന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഫീസ് പെയിന്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഏത് റീജിയനിലാണ് ആ ഒരു വീട് ഇരിക്കുന്നതെന്ന് നമ്മൾ ആദ്യമേ നോക്കണം. ഇപ്പോൾ ടൗണിലൊക്കെ വീടാണെങ്കിലും പ്രശ്നമില്ല. നമ്മൾ ഈ കടൽ തീരത്തുള്ള വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ കടൽക്കാറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നുള്ള രീതിയിലുള്ള പെയിന്റുകളായിരിക്കും ചൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഡ്യൂറബിലിറ്റി, എത്ര കാലം ഈ പെയിന്റ് നിൽക്കുന്നു, പെട്ടെന്ന് പൊളിഞ്ഞു പോരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ആ ഒരു കാര്യം നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെയിന്റ് ആണ് നമ്മൾ ഒബ്വിയസ്ലി ചൂസ് ചെയ്യുക. ഇപ്പോൾ കുഞ്ഞു കുട്ടികളും അതേപോലെ പ്രായമായവരൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെൽത്ത് വൈസ് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കൺസേൺ ചെയ്തിട്ടാണ് നമ്മൾ പെയിന്റ് ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കളറിംഗ് സോഫ്റ്റ്വെയറും അതേപോലെ ജർമ്മൻ സാങ്കേതിക വിദ്യയും ഒക്കെ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് അല്ലേ? അതെ അതെ, നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ കളറിംഗ് സോഫ്റ്റ്വെയർ നമുക്കാണുള്ളത്. അതേപോലെ ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നമ്മുടെ പെയിന്റ്സുകളെല്ലാം. അതുകൊണ്ടായിരിക്കും ഈ ഉപ്പുവെള്ളം ഒക്കെ ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ബിൽഡിങ്ങിലേക്ക് വീണാലും പെയിന്റ് ഒന്നും മായത്തില്ല, കളറും പോകത്തില്ല. എമർഷൻ കൂടാതെ മറ്റ് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്? നമുക്ക് ഒരു പെയിന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് എമൽഷൻസ് കൂടാതെ പ്രൈമർ വരുന്നുണ്ട്, അപ്പോക്സി വരുന്നുണ്ട്, വാൾ പുട്ടീസ് വരുന്നുണ്ട്, പിന്നെ സോൾവെൻസുകളും വരുന്നുണ്ട്. നമ്മുടെ ഓൺ പ്രൊഡക്ഷൻസ് ആണല്ലേ? ഇതിപ്പം എത്ര
ഏകദേശം കളർ ഗ്രേഡുകൾ കാണും? നമുക്കൊരു 1000-ൽ പരം 1000+ ഷെയ്ഡ്സുകൾ നമുക്ക് വരുന്നുണ്ട്. അത് ശരി. അപ്പോൾ അങ്ങനെ 1000-ൽ പരം കളർ ഗ്രേഡുകളുമായി മലബാർ പെയിൻസിൻ്റെ വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട രേഷ്മ മാഡം പങ്കുവച്ചത്. പ്രത്യേകം നന്ദി. വർണ്ണലോകത്തെ വിസ്മയ കാഴ്ചകളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. പ്രിയപ്പെട്ട മലബാർ പെയിൻസിൻ്റെ രേഷ്മ മാഡത്തിനോടൊപ്പം പ്രിയപ്പെട്ട ക്യാമറാമാൻ റിജോയ് പറവൂറിനൊപ്പം മറ്റൊരു മനോഹരമായ എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്, ഷിയാദ് ചങ്ങനാശ്ശേരി.